പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏപ്രിൽ 28 ആരംഭിച്ച കശ്മീർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മളിവിടെ കശ്മീരിലെത്തി. ഇപ്പോൾ നമ്മൾ ഗുൽമർഗിലേക്ക് പോകണം. ഗുൽമർഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്ര കോട്ടും സൂട്ടിട്ട് വരികയാണെങ്കിലും ഇതേപോലത്തെ ഗംബൂട്ടും അതേപോലെ തന്നെ ഈ ഒരു ജാക്കറ്റും എടുക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഇന്ന് എത്രാം തീയതിയാണ്? 5 തീയതിയോ 4 തീയതി. ഇന്ന് മെയ് 4 2026 കേട്ടോ. ക്ലൈമറ്റ് നല്ല രീതിയിലൊരു മൂടൽ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ക്ലൈമറ്റ് സ്നോഫോളോ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല, ഹൈ റേഞ്ചിൽ ചില സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു മഴയും കാര്യങ്ങളും. അപ്പോൾ ഇതേപോലത്തെ ഷോപ്പുകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് റെൻറ്റിന് എടുക്കാൻ പറ്റും. 250 രൂപയാണ് ഈ ഒരു ജാക്കറ്റും ഈ ഒരു കോട്ടിനും. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഗുൽമർഗ് മുകളിലേക്ക് പോകണം. ഇപ്പോൾ ടങ്മർഗ് ഉള്ളത്. ഇവിടുന്ന് നമ്മൾ നേരെ ഇനി 13 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. നമ്മൾ നേരെ ഇനി ഗുൽമർഗിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഉണ്ട് കേട്ടോ ഗുൽമർഗിൽ. ഇപ്പോഴത്തെ അവസ്ഥ ഭൂരിപക്ഷം കൊടുത്തത് UDF-ന്റെ തെറ്റായ തീരുമാനമാണ്. അതോടിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വിവിധരെയും ഒപ്പം കൂട്ടി സർജിക്കൽ സ്ട്രൈക്ക് UDF-ന് ഗുണം ചെയ്തിരിക്കുന്നു. ഒറ്റപ്പാലത്ത് PK ശശിയെ മാത്രം ഇപ്പോൾ ജനം കൈവിട്ടിരിക്കുന്നു. നമ്മളിവിടെ പാർക്കിങ്ങിലെത്തി. ഗുൽമർഗിൻ്റെ നിലവിലെ അവസ്ഥ എടുത്ത് മഴക്കാറുണ്ട്. നമ്മൾ നേരെ പോകാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 4 തീയതി ഗുൽമർഗിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. കംപ്ലീറ്റ് നല്ല ആംബിയൻസ് ആണ്. നല്ല ചെറിയ മഞ്ഞുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് ഇതേപോലത്തെ ഗ്രീനറിയാണ്, ഗ്രീനറി ആംബിയൻസ് ആണെങ്കിൽ ഇത് നമ്മൾ വന്ന് പാർക്കിങ്ങിൽ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫേസിലേക്ക് കയറുന്ന സമയത്ത് ഫസ്റ്റ് ഫേസിലെ അവസ്ഥ എങ്ങനെയാണ്, സെക്കൻഡ് ഫേസിൽ കൊടൂര മഞ്ഞുണ്ട്. ഓക്കെ, ഈ സമയത്ത് വെറുതെ നാട്ടിൽ നിന്ന് കണ്ട് ചൂടുകൊള്ളാൻ നിൽക്കണ്ട, പെട്ടെന്ന് കശ്മീർ കാണാൻ വേണ്ടിയിട്ട് പോരി. നമ്മൾ നേരെ ഗണ്ടോള കയറാൻ വേണ്ടി പോകണ്ടോ. നമ്മൾ ഗണ്ടോള വരിയിൽ വന്നാണ്. ഏകദേശം 2 മണിക്കൂർ വരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ളിലത്തെ വരിയും കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വരാമെന്നെങ്കിൽ നേരത്തെ വരാം. ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി? ആരാ മുഖ്യമന്ത്രി? ആരാവും? പക്കാ ഷുവർ ഷുവർ ഷുവർ. ഒരുപാട് നീളമുണ്ടല്ലേ. ആരാ മുഖ്യമന്ത്രി? കേരളത്തിന്റെ പോയ മുഖ്യമന്ത്രി? കേരള മുഖ്യമന്ത്രി അടിപിടി. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാവും? പേസ മുടിയാതെ. ഗണ്ടോള റൈഡ് നിൽക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ ഭയങ്കര ക്യൂ ആണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഏർലി മോർണിംഗ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് സൈറ്റ് സീയിങ് കഴിഞ്ഞ് പോകാം. അല്ലാതെ എന്തെങ്കിലും മൂവ് ഇപ്പോൾ നമ്മൾ ഗണ്ടോള റൈഡിലും പോകണോ. ലൈവ് സ്നോഫോൾ കേട്ടോ ഈ കാണുന്ന. നോക്കി, കിട്ടില്ല സ്നോഫോൾ. സെക്കൻഡ് ഫേസിലാണ്, ഫസ്റ്റ് ഫേസിലാണ്. സെക്കൻഡ് ഫേസിലൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നോക്കി ലൈവ് അവിടെ സ്നോഫോൾ. സെക്കൻഡ് ഫേസ് എന്താണ്? എങ്ങനെയുണ്ട്? കമോൺ കമോൺ. നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല സ്നോഫോൾ കേട്ടോ, കിട്ടുന്ന സ്നോഫോൾ. വിന്ററിൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ കൊതുകൂര സമ്മറിൽ. നമ്മുടെ കൂടെ ആൾക്കാരാണ് ആസിംഗ, ജോസേട്ടന്, ലൂയിച്ചേട്ടന് വൈഫ് ഇതാണ്. അവിടെ അതിൽ അവിടെ എല്ലാവരും
വെറും 34,000 രൂപക്ക് ഒരു കാശ്മീരിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയാലോ? അതായത് ശ്രീനഗർ എയർപോർട്ട് നിങ്ങളെ പിക്ക് ചെയ്യുന്നു, തിരിച്ച് നിങ്ങളെ എയർപോർട്ടിലേക്ക് ആക്കി തരുന്ന ഒരു 4 രാത്രികളും 5 ദിവസങ്ങൾ വരുന്ന ഇവൻ്റാണ്. ശ്രീനഗറിലെ എല്ലാ ദിവസങ്ങളും വൈജർ ഗ്രാമിൻ്റെ ഈ ഒരു ഡ്രീം കാശ്മീർ ഇവൻ്റ് നടക്കുന്നുണ്ട്. ഇതിൽ ഇൻക്ലൂഷൻസും എക്സ്ക്ലൂഷൻസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 4 രാത്രികൾ ഹോട്ടൽ അക്കോമഡേഷൻ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. അതേപോലെ തന്നെ 5 ദിവസങ്ങൾ നിങ്ങൾ കാശ്മീരിൽ അടിപൊളിയായിട്ട് കറങ്ങും. ഫസ്റ്റ് ഡേ ഗുൽമർഗ്, സെക്കൻഡ് ഡേ സോൻമർഗ്, തേർഡ് ഡേ പെഹൽഗാം, ഫോർത്ത് ഡേ ശ്രീനഗർ ലോക്കൽ വിസിറ്റ്, അതുപോലെ തന്നെ സോനമർഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവൻ്റാണ്. എയർപോർട്ട് നിങ്ങളെ പിക്ക് ചെയ്യുന്നു, തിരിച്ച് നിങ്ങൾ എയർപോർട്ടിലേക്ക് ആക്കി തരും. ഇനി നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണമെങ്കിൽ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ശ്രീനഗറിൽ എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് പാക്കേജസ് അവൈലബിൾ ആണ്. 28,000, 30,000, 32,000, 34,000 അങ്ങനെ പല റേഞ്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതുതായി കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് കാശ്മീരിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങി. നല്ല തണുപ്പുണ്ട്, നല്ല മാഗിയും. നമ്മൾ ഗണ്ടോള റൈഡ് കഴിഞ്ഞു, നമ്മൾ നേരെ തിരിച്ച് പോകട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഇന്ന് മെയ് 4-ാം തീയതിയിലോ നമ്മൾ നേരെ പുറത്തേക്ക് പോകും. പിന്നെ ബുക്ക് ചെയ്തതാണ് ആഗ്രഹം. തണുപ്പുണ്ടേനോ? തണുപ്പുണ്ടോ? എന്തൊക്കെ എൻ്റെ അമ്മ വീഡിയോ കാണി തിരുമ്പാൻ നോക്കിക്കോട്ടോ. എങ്ങനെയുണ്ട് കാശ്മീർ? കണ്ട് മഞ്ഞിട്ടിയോ? പിന്നെ സെറ്റല്ലേ? സെറ്റാണ്. വോയിസ് ഉണ്ട്. കിട്ടില്ല. ഓക്കെയാണോ? അപ്പോളേ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കാശ്മീർ നോക്കി ഈ ഏരിയയിൽ കംപ്ലീറ്റ് നല്ല കോട കാര്യങ്ങളൊക്കെ. മുകളിൽ കയറിയാൽ ഇപ്പോൾ മഞ്ഞ് കാണില്ല, പക്ഷെ കംപ്ലീറ്റ് മുകളിൽ സെക്കൻഡ് ഫേസിൽ മഞ്ഞാടോക്കി. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ജൂൺ 29-ാം തീയതി നമ്മൾ കാശ്മീർ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. ആഗ്രയും ഡൽഹിയും കാശ്മീരിലുള്ള 14 ദിവസത്തെ യാത്രയാണ്. 32,500 രൂപയാണ് ഈ ഒരു യാത്രയ്ക്ക് വരുന്ന ഒരാൾക്ക് വരുന്ന എക്സ്പീരിയൻസ്. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഫ്രീ ആണ്. ഈ ഒരു യാത്രയിലുള്ള കംപ്ലീറ്റ് നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റുകൾ വിത്ത് AC കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റുകൾ തേർഡ് AC ആയിരിക്കും. അതേപോലെ തന്നെ ഡൽഹിയിൽ 3 രാത്രികളും കാശ്മീരിൽ 4 രാത്രികളിൽ വരുന്ന ഹോട്ടൽ അക്കോമഡേഷന് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്കോ ഈ ഒരു യാത്രയിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. കാശ്മീരിൽ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ സീസൺ ആണ്. ഡൽഹിയിലും ആഗ്രയിലും കാശ്മീരിലായിട്ടുള്ള 14 ദിവസത്തെ യാത്രയിൽ ഏറ്റവും ഹൈലൈറ്റ് കാശ്മീരിലെ മനോഹരമായിട്ടുള്ള ആപ്പിളിൻ്റെ വിളവെടുപ്പ് ടൈമാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം.